ഡീസൽ ഹൈഡ്രോ ഡീസൾഫ്യൂറൈസേഷൻ പ്ലാന്റാണ് ഈ കാണുന്നത്. ഡീസലിൽ സൾഫറിന്റെ അളവ് കുറയ്ക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പിൻഭാഗത്തായി താമസിക്കുന്നതാകട്ടെ 60ഓളം കുടുംബങ്ങൾ, അതും വെറും സാധാരണക്കാർ. വിഷമയമായ വായു ശ്വസിക്കുന്നത് മൂലം ബ്രോങ്കൈറ്റിസ്, ഛർദി തുടങ്ങിയവയുണ്ടാകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഛർദിക്കാൻ വരും, എപ്പോഴും തലവേദന എപ്പോഴും എടുക്കുക. നല്ല വായു ശ്വസിക്കാനുള്ള അവകാശം തങ്ങൾക്കില്ലേ എന്ന ചോദ്യമാണ് പലർക്കും. മൃഗങ്ങളൊന്നും നിൽക്കുന്നില്ല, മനുഷ്യർക്കൊക്കെ ശ്വാസം മുട്ടൽ, വയറുവേദന, നെഞ്ചുവേദന, ഛർദി. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കമ്പനിയുടെ പ്രവർത്തനമെന്നും ആക്ഷേപമുണ്ട്. കമ്പനിയുടെ മതിലും ഒരു 10 മീറ്റർ അകലത്തിലല്ലാതെയാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. ഗ്രീൻ ബെൽറ്റ് വളരെ അത്യാവശ്യമാണ്. സൾഫർ വേർതിരിക്കുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ ഡയോക്സൈഡ് എന്നിവയുണ്ടാകും. ഇത് അന്തരീക്ഷത്തിലെ ജലം, ഓക്സിജൻ എന്നിവയുമായി പ്രവർത്തിച്ച് അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. ഇത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്നാൽ പുറംതള്ളുന്ന വാതകത്തിൽ സൾഫറിന്റെ അംശമില്ലെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അന്തരീക്ഷ മലിനീകരണം മനസ്സിലാക്കാൻ കണ്ടിന്യൂസ് ആംബിയൻസ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നുമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണം. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ഈ പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ പരിസരവാസികളാണ് ദുരിതത്തിലാകുന്നത്. ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി.